തേങ്ങ വറുത്തരച്ച് ഒരു അടിപൊളി ചൂരക്കറി നമുക്ക് തയ്യാറാക്കാം. ഇതിനു വേണ്ടി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി ഇട്ട് കൊടുക്കാം. മുഴുവൻ മല്ലി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് 10-12 സാദാ വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3 പിടി ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉള്ളി ഇട്ട് കൊടുക്കുക. ഒരു 10-12 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വാളൻപുളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് വറുത്തെടുക്കാം. ഇതിനിടയ്ക്ക് ഒരു ടേബിൾ സ്പൂൺ മുഴുവൻ പെരുംജീരകം ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ അതാ ഏകദേശം ഒരുവിധം മൂത്ത് വരാറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെയൊക്കെ പച്ചമണമൊന്ന് മാറുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതൊന്ന് ആറുന്നതിന് വേണ്ടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ആറിയതിന് ശേഷം ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആവശ്യാനുസരണം വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ ഇത് അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ചതിലേക്ക് നമുക്ക് മുരിങ്ങ കട്ട് ചെയ്തതും കറിവേപ്പിലയും തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം വെച്ചിരിക്കുന്ന ചൂര നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ച് നന്നായിട്ട് വറ്റിച്ച് ഒന്ന് കുറിയ പരുവത്തിലാക്കിയെടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കാം. ഇതിനിടയ്ക്ക് നമുക്ക് വറുത്ത് പൊടിച്ച് ഉലുവ നമുക്ക് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചൂരക്കറി നന്നായിട്ട് തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. നല്ല കുറിയ ചാറോട് കൂടിയുള്ള കറിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒരു വറവും കൂടി താളിച്ച് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ വറുത്തരച്ച് വെച്ച ചൂരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരു കറി ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി. ചോറ് പാത്രം കാലിയാകുന്ന വഴി അറിയില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ.